പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കിടുക്കാച്ചി പ്രൊമോ വന്നിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ പലതവണ കണ്ടതാണ്. അവിടുത്തെ വേലക്കാർക്കെല്ലാം അലീനയോട് ഒരു ചെറിയൊരു പുച്ഛമൊക്കെ ഉണ്ട് കേട്ടോ. അനാഥാലയത്തിൽ വളർന്നതല്ലേ, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പൗലോസിന് ഇത്തിരി ഹുങ്ക് കൂടുതലാണ്. അവൻ്റെ അടുക്കളയിൽ വേറെ ആരും കയറി പണിയുണ്ടായെന്നൊരു രീതിയൊക്കെയാണ്. അതുപോലെ തന്നെ അലീന കണ്ടായിരുന്നു ആ അടുക്കളയിൽ മേടിച്ചു വെച്ചേക്കുന്ന പല സാധനങ്ങളും അവിടെ പണിക്ക് വരുന്ന സ്ത്രീ എടുത്തുകൊണ്ട് പോകുന്നത്. അതുപോലെ ഒരു ദിവസം അലീന ഇത് കാണുന്നു. അന്നേരം അലീന ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇത് എടുത്തുകൊണ്ട് പോകുന്നത് എന്ന്. അവർ പറയുന്നത് അവിടുത്തെ മിച്ചം വരുന്ന സാധനം കൊണ്ടുപോകുന്നു എന്നാണ്. അന്നേരം അലീന പറഞ്ഞായിരുന്നു പഞ്ചസാരയും പയറും ഒന്നും മിച്ചം വരുന്നതല്ലല്ലോ, അതൊന്നും അങ്ങനെ കൊടുത്തു വിടേണ്ട കാര്യമില്ലല്ലോ എന്ന് ചോദിച്ചു. അന്നേരം അവർ പറഞ്ഞു അതൊരു പാവം ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് പല എക്സ്ക്യൂസും പറഞ്ഞതാണ്. ഇത് പിന്നെ വീണ്ടും ആവർത്തിക്കുമ്പം അലീന പറയുന്നുണ്ട് അതങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല, ആ സാധനം തിരിച്ചു വെക്കാൻ പറയുന്നു. പക്ഷേ പൗലോസ് അത് സമ്മതിക്കുന്നില്ല തിരിച്ചു വെപ്പിക്കാൻ കേട്ടോ. പൗലോസിനോട് അന്നേരം അലീന ഇത്തിരി കടുപ്പിച്ച് പറയുവാണ് ആ സഞ്ചിയിലുള്ള സാധനങ്ങൾ തിരിച്ചു വെപ്പിച്ചതിന് ശേഷം പൗലോസ് ഏട്ടൻ ഇനി ഇവിടെ ജോലി ചെയ്താൽ മതിയെന്ന്. അന്നേരം പൗലോസ് യാതൊരു കൂസലും ഇല്ലാതെ അലീനയോട് പറയുവാണ് അതെന്നെ കൊണ്ട് പറ്റിയല്ല കുഞ്ഞെ, അതിന് വേറെ ആളെ നോക്കണമെന്ന്. അത്രയും പറഞ്ഞിട്ട് പൗലോസ് അവിടുന്ന് അങ്ങ് ഇറങ്ങി പോകുന്നു. അന്നേരം ഈ ശബ്ദമൊക്കെ കേട്ട് വല്യപ്പച്ചൻ അങ്ങോട്ട് വരുന്നുണ്ട്. വല്യപ്പച്ചനും ഇത് കാണുന്നുണ്ട്. വല്യപ്പച്ചനും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അങ്ങനെ സാധനങ്ങൾ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ, നീ കാണിക്കുന്നത് തെമ്മാടിത്തരമല്ലേ എന്നൊക്കെ വല്യപ്പച്ചനും ചോദിക്കുന്നുണ്ട്. അവിടുന്ന് പോകുന്ന പൗലോസ് നേരെ സ്റ്റാൻലിയുടെ അടുത്തോട്ടാണ് ചെല്ലുന്നത്. എന്നിട്ട് സ്റ്റാൻലി പറയുന്നത് അവനെ അടുക്കളയിൽ പണിയെടുക്കാൻ സമ്മതിക്കുന്നില്ല, അലീന എല്ലാ കാര്യത്തിലും കയറി ഇടപെടുവാണ് എന്നൊക്കെയാണ്. അന്നേരം എന്താണ് എന്നറിയാൻ വേണ്ടി സ്റ്റാൻലി അങ്ങോട്ട് വരുന്നു. എന്നിട്ട് സംഭവം അറിഞ്ഞു കഴിയുമ്പം സ്റ്റാൻലിക്ക് ഇതൊന്നും വലിയ പ്രശ്നമല്ലാത്തതുകൊണ്ട് തന്നെ സ്റ്റാൻലി പറയും അലീന അടുക്കളയിലെ കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട, അവിടെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ പൗലോസ് നോക്കിക്കോളും, അതിൽ വെറുതെ അവരെ ശല്യം ചെയ്യാൻ ചെല്ലണ്ട എന്ന് പറയുന്നു. അവിടെ അലീനയുടെ വിലയാണല്ലോ ഇടിഞ്ഞു പോകുന്നത്. അലീന അത്രയും കടുപ്പിച്ച് പറഞ്ഞപ്പോഴും വേലക്കാരൻ ജയിക്കുന്ന ഒരവസ്ഥ വരുമല്ലേ. അത് കഴിഞ്ഞ് അലീനെ സ്റ്റാൻലി വഴക്ക് പറയുന്നുണ്ടേ. അപ്പോൾ ഭയങ്കര വിഷമമായി അലീനയ്ക്ക്. അതുകൊണ്ട് തന്നെ അലീന നേരെ റൂമിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോഴൊന്നും അലീന ഭക്ഷണം കഴിക്കാനൊന്നും ചെല്ലുന്നില്ല കേട്ടോ. ഈ പ്രശ്നം ഇനിയും മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പണി കിട്ടുന്നത് പൗലോസിനാണ് എന്നറിയാം. അതുകൊണ്ട് തന്നെ പൗലോസും ആൻ്റപ്പനൊക്കെ ഒന്നിച്ച് നിൽക്കുന്നു. അവർ പറയുവാണ് എന്തൊക്കെ സംഭവങ്ങൾ നടന്നാലും അലീനെ ഞങ്ങൾ ആരും സപ്പോർട്ട് ചെയ്യുകയില്ല, നമുക്ക് ആർക്കും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നിങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. ഏതായാലും അലീന പിണങ്ങി കിടക്കുവാണ്, നിരാഹാരമാണ്, ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തുമ്പം സ്റ്റാൻലിക്ക് ഭയങ്കര സങ്കടമാവും. സ്റ്റാൻലി അലീനയോട് പോയി സംസാരിക്കുന്നുണ്ട്. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവരോട് വഴക്കിന് പോകേണ്ട കാര്യമൊന്നുമില്ല, അത് മിച്ചം പിടിച്ചിട്ട് ജീവിക്കേണ്ട ഗതികൂടൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞ് സ്റ്റാൻലി സംസാരിക്കുമ്പം അലീന പറയുന്നുണ്ട് പപ്പ ഇവിടെ വില കൂടിയ ഭക്ഷണങ്ങൾ മിച്ചം വന്ന് അത് വെറുതെ വേസ്റ്റാക്കി കളയുമ്പം പപ്പയുടെ മോള് 23 വർഷക്കാലം അനാഥാലയത്തിൽ ആ കളയുന്ന എച്ചിലെങ്കിലും കഴിക്കാൻ ആരെങ്കിലും കൊണ്ട് തന്നായിരുന്നെങ്കിൽ എന്ന് കരുതി ഭക്ഷണത്തിന് വേണ്ടി നോക്കിയിരുന്ന ദിവസങ്ങളുണ്ട് എന്നിങ്ങനെ അലീന പറയുമ്പം സ്റ്റാൻലിക്ക് ഭയങ്കര വിഷമമാവുക കേട്ടോ. കാരണം സ്റ്റാൻലിയുടെ ആർഭാടത്തിൽ ജീവിച്ചപ്പോഴും അവിടുത്തെ വേലക്കാർക്ക് കിട്ടുന്ന അത്രയും പോലും ഭക്ഷണമോ സൗകര്യമോ അലീനയ്ക്കില്ലായിരുന്നു, എച്ചിലെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ എന്ന് ഓർക്കുന്ന ദിവസങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഭയങ്കരമായിട്ട് സ്റ്റാൻലിയെ വിഷമിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റാൻലി അലീനയെ കൂട്ടി അടുക്കളയിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് പൗലോസിനോട് പറയുന്നുണ്ട് ഇതെൻ്റെ മകളാണ്, ഇനി അടുക്കളയിലെ കാര്യങ്ങൾ ഇവൾ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ മതിയെന്ന്. അത് പൗലോസിന് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അന്നേരം വല്യപ്പച്ചൻ ചോദിക്കും എന്താടാ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അവൾ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് നിൽക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ നീ ഇവിടെ നിന്നാൽ മതി എന്ന് പറയുമ്പം പൗലോസ് പറയുവാണ് എനിക്കതൊന്ന് ആലോചിക്കണമെന്ന്. ഇതെല്ലാം കഴിഞ്ഞ് പൗലോസ് അവൻ്റെ വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ ഒരൊറ്റ പോക്ക് പോകും കേട്ടോ. ഇവിടെ അലീനയുടെ കീഴിൽ ജോലി ചെയ്യാൻ അവന് പറ്റില്ല എന്നായിരുന്നു അവൻ്റെ ഒരു രീതി. അങ്ങനെ പോയിട്ട് പിന്നെ കുറേ നാളത്തേക്ക് തിരിച്ചു വരുന്നൊന്നുമില്ല. ഏതായാലും വൈകിട്ടാകുമ്പോഴേക്കും സ്റ്റാൻലിക്ക് ഭയങ്കര സങ്കടമാണ്. സ്റ്റാൻലിക്ക് അലീന ഉച്ചയ്ക്ക് പറഞ്ഞതങ്ങ് സഹിക്കാൻ പറ്റിയില്ല, ഭയങ്കരമായിട്ട് മദ്യപിക്കുന്നു. അതിനുശേഷം വല്യപ്പച്ചനോട് പറയുന്നുണ്ട് എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല, ഞാനിവിടെ ആർഭാടത്തിൽ ജീവിക്കുമ്പോഴും എൻ്റെ മകൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കെഞ്ചുമായിരുന്നു എന്നത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കരയുന്നു. എന്നിട്ട് വല്യപ്പച്ചനോട് ചോദിക്കുന്നുണ്ട് എൻ്റെ മകൾ നല്ല മിടുക്കിയല്ലേ, അവൾക്ക് ഞാൻ അലീന എന്നുള്ള പേര് മാറ്റി അവൾക്ക് പ്രിൻസസ് എന്ന് ഞാൻ പേരിടും എന്നൊക്കെ പറഞ്ഞ് അലീനയെ പറ്റി തന്നെ ഒരുപാട് സംസാരിക്കുന്ന സ്റ്റാൻലിയും കാണിക്കുന്നുണ്ട്. വല്യപ്പച്ചൻ അടുത്തിരുന്ന് ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ.